മോനെ, കുറച്ചു മുൻപേ പർദ്ദയിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. പർദ്ദയിട്ട പെൺകുട്ടിയോ? ആ, അത് നിന്റെ ഏതോ കൂട്ടുകാരന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിധി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കാം. മാഡം, ഇത് കോടതിയാണ്. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ കൂടെ നിൽക്കുന്ന ഒരു ചാവാലി പട്ടി എനിക്ക് വിശ്വാസമില്ല. എന്നാരും ഉപദേശിക്കാനും വരണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. നീ എനിക്കെതിരെ സാക്ഷി പറയും അല്ലേ? കൊന്നുകളയും നിന്നെ ഞാൻ. തൊട്ടുപോരുത്, ഇത് കോടതിയാ. കോടതി മുറ്റത്ത് വെച്ച് വാദിഭാഗം സാക്ഷിയെ കയ്യേറ്റം ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ജയിലിൽ പോവേണ്ടി വരും. ഇവളെ കൊന്നിട്ടേ ഞാൻ ജയിലിൽ പോവും. നിങ്ങൾ ആരാ? ആരാചാരോ? കൊല്ലട്ടെ ചേച്ചി, എന്നെ കൂടി കൊന്നാലേ ഇവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ കൊല്ലട്ടെ. സച്ചിയേട്ടനും നെല്ലിശ്ശേരി വീടിനും വേണ്ടി ഇവരുടെ കൈകൊണ്ട് മരിക്കാനും എനിക്ക് മടിയില്ല. ആരാടി നിന്റെ ഈ സച്ചിയേട്ടൻ? എനിക്കെതിരെ സാക്ഷി പറയാൻ നിന്നെ കൊണ്ടുവന്നത് അവന്റെ ബുദ്ധിയാണോ? ഇവരുടെ ആരുടെയും ബുദ്ധിയല്ല, എന്റെ തീരുമാനമാ. ഓ, ഇത്രയും കാലം നിങ്ങൾ ആ വീടിനെയും അവിടെ ഉള്ളവരെയും ദ്രോഹിച്ചു. ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല. അവർക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തേ പറ്റൂ. നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അത് തിരിച്ചു വാങ്ങി കൊടുത്തിരിക്കും. കൂടപ്പിറപ്പിന്റെ ജീവൻ എടുത്തവളെന്ന പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ ഇതുവരെ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഇനി ആ ദയം ദാക്ഷിണ്യൊന്നും നിന്നോടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നാ നിങ്ങൾ എന്നോട് ദയയും ദാക്ഷിണ്യൊക്കെ കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? കൂടപ്പിറപ്പാണ് പോലും. നാണമില്ലേ നിങ്ങൾക്ക് ആ വാക്ക് പറയാൻ? നെല്ലിശ്ശേരിക്കാരോടുള്ള നിങ്ങളുടെ അടങ്ങാത്ത പക തീർക്കാനല്ലേ നിങ്ങൾ എന്നെ ഉപയോഗിച്ചത്? അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ എന്റെ നിലപാട് മാറ്റി, അത്രേ ഉള്ളൂ. എന്താ എന്താ പ്രശ്നം? അനഘ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. അനഘയെ കൊല്ലും പോലും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിങ്ങക്ക് അത്ര ധൈര്യോ? എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. മാഡം, വരൂ മാഡം, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് പോവാം. ഇന്ന് നീ കാണിച്ചേനെ നീ അനുഭവിക്കും, നോക്കിക്കോ. ഓ, അത് ഞാൻ അനുഭവിച്ചോളാമേ. മാഡം ഇപ്പൊ ചെന്നാട്ടെ. മോനെ, കുറച്ചു മുൻപേ പർദ്ദയിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. പർദ്ദയിട്ട പെൺകുട്ടിയോ? ആ, അത് നിന്റെ ഏതോ കൂട്ടുകാരന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ. നിങ്ങൾ എന്ത് അനാവശ്യമായി കാണിക്കുന്നത്? അയ്യോ, സോറി സോറി, എനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാ. സോറി 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 സോറി. എന്നാലും നീ ഏട്ടനെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ മോളെ. ഒരു ബ്രഹ്മാസ്ത്രം കയ്യിലുണ്ടെന്ന് വക്കീല് പറഞ്ഞപ്പോ അത് നീയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല.
കോടതി മുറിയിൽ അനഘയെ കണ്ടപ്പോ അവന്തികയുടെ മുഖമൊന്ന് കാണണമായിരുന്നു. ഏതായാലും പൊളിച്ചനഘ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ വല്ലാതെ ചെറുതായി പോവില്ല ഏട്ടാ. ഇന്നലെ രാത്രി അനഘയുടെ കോള് വന്നപ്പോ ഞാൻ ശരിക്കും ഒമ്പരന്നു പോയി. ഹലോ അനഘ, അനഘ ഇതവിടെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, തൽക്കാലം ഞാൻ ആരോടും പറയാനും ഉദ്ദേശിക്കുന്നില്ല. കോടതിയിൽ വരുമ്പോ എല്ലാവരും അറിഞ്ഞാ മതി. കോടതിയിൽ നാളെ പറയേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അനഘ അതിനനുസരിച്ച് കോടതിയിൽ സാക്ഷി പറയണം. ഞാൻ പറയാം. ആ ശരി. എന്തായാലും 4-ാം തീയതി വിധി പറയുമ്പോ അനഘയുടെ സാക്ഷ്യമൊഴിക്ക് ആ വിധിയെ സ്വാധീനിക്കാൻ കഴിയും. അനഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജഡ്ജി ശ്രദ്ധയോടെ കേട്ടത്. 100% ഈ വിധി സച്ചിക്കും കുടുംബത്തിനും അനുകൂലമായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാരെയും കൊണ്ട് പഴയ നെല്ലിശ്ശേരി തറവാടിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കണം. എന്നിട്ട് അച്ഛന്റെ ആത്മാവിനോട് എനിക്ക് പറയണം, നമ്മളെല്ലാം തിരിച്ചു പിടിച്ചു എന്ന്. അമ്മേ, മോളെ, കേസ് നമ്മൾ ജയിക്കും. കോടതിക്ക് എല്ലാ സത്യവും മനസ്സിലായി. ഇന്ന് അവന്തിക്കെതിരെ കോടതിയിൽ പോയി സാക്ഷി പറഞ്ഞത് ആരാന്നറിയോ? ആരാ? അനഘയാ. എന്നിട്ട് അവള് നമ്മളോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അമ്മേ. ആ, എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ. എന്തോ വാങ്ങാനുണ്ട്, ടൗണിൽ പോകുന്നേ എന്നോട് പറഞ്ഞോളൂ. അപ്പൊ അവന്തേ ഇന്ന് ശരിക്കും ഞെട്ടിക്കാണും.